ഹായ് നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. പതിവ് പോലെ തന്നെ ദൃശ്യത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ദൃശ്യം എന്ന സിനിമ വലിയൊരു മുന്നേറ്റമാണ് ഈ ഒരാഴ്ച നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വീക്കെൻഡ് കളക്ഷൻ നോക്കുമ്പോൾ ചിത്രത്തിന് ഏകദേശം 117 കോടിയോളം രൂപയാണ് ഈ ചിത്രം ഇതുവരെ നമ്മുടെ ആഗോളതലത്തിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. 117 പോയിൻറ്റ് സംതിങ്, 118 എന്ന് വേണമെങ്കിൽ പറയാം. വലിയ കണക്കുകൾ പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആഗോളതലത്തിലുള്ള ഒരു കളക്ഷനാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 3 ദിവസങ്ങൾ കൊണ്ട് 40-ലധികം കോടി, ഏകദേശം ഒരു 40-50 കോടിയോളം രൂപ ഇന്ത്യയിൽ നിന്ന്, ആഭ്യന്തര മാർക്കറ്റിൽ നിന്ന് ചിത്രം നേടിക്കഴിഞ്ഞു. ഇന്ന് ആ ദിവസം പിന്നിടുമ്പോൾ ഏകദേശം ഒരു 60 കോടിക്കടുത്തുള്ള തുക ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം നേടിയെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മാത്രമല്ല, ആ ചിത്രത്തിന് ഇപ്പോൾ ലഭിക്കുന്ന വലിയ ജനപിന്തുണ, പലതരത്തിലുള്ള നെഗറ്റീവ് റിവ്യൂസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് പല നാടുകളിൽ നിന്നുള്ള റിവ്യൂവേഴ്സ് ഈ സിനിമ, പ്രത്യേകിച്ച് ദൃശ്യമെന്നുള്ള ബ്രാൻഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. ആ സിനിമ കണ്ട പല ഭാഷയിലുള്ള വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ പേരും ഈ ഒരു സിനിമയെ ഒരുപക്ഷെ അവരുടെ ആ ഒരു സിനിമ കൾച്ചർ അനുസരിച്ചിട്ട് അങ്ങനെ പറയുന്നതായിരിക്കും. എന്തായാലും മലയാള സിനിമാ പ്രേക്ഷകർ ഈ ചിത്രത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മലയാളികൾ ഉള്ളിടത്തെല്ലാം തന്നെ സിനിമയ്ക്ക് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മറ്റു മാർക്കറ്റുകളിലും അത്യാവശ്യം അറിയപ്പെടുന്നുണ്ട്. ചില ബോളിവുഡ് റിവ്യൂവേഴ്സ് പറയുന്നത് കേട്ടു, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും മലയാളം വെർഷൻ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ അജയ് ദേവ്ഗണിൻ്റെ ഈ മൂന്നാമത്തെ പാർട്ട് കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മോഹൻലാലിൻ്റെ ഈ 3 വർഷം കണ്ടതിന് ശേഷം മതി അജയ് ദേവ്ഗണിൻ്റെ എന്ന് പറയുന്ന റിവ്യൂവേഴ്സിന് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സിനിമയ്ക്ക് വലിയ മാർക്കറ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. വലിയ നെഗറ്റീവ് പബ്ലിസിറ്റി, നെഗറ്റീവ് മാർക്കറ്റിങ്ങും അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ കേരളത്തിലെ സിനിമാ നടന്മാരെ, അല്ലെങ്കിൽ കേരള സിനിമ ഇൻഡസ്ട്രിയും കേരളത്തെയും ഒരുപക്ഷെ ഒരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ളൊരു സമീപനം കുറച്ച് കാലങ്ങളായിട്ട് നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിലുണ്ട്. നമുക്കറിയാം, കേരള സ്റ്റോറി പോലുള്ള സിനിമകളിലുണ്ടാക്കിയ ആ വലിയ വിവാദങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അതല്ല ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം ദൃശ്യം എന്ന സിനിമയുടെ അഭൂതപൂർവമായിട്ടുള്ള ജനത്തിരക്കും വിജയവുമാണ്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ തിങ്കളാഴ്ച വരെയുള്ള പല തിയേറ്ററുകളിലെയും ഷോകൾക്ക് ഏകദേശം 90% ടിക്കറ്റുകളും വിറ്റഴിഞ്ഞു കഴിഞ്ഞു. ഫുള്ള് ഹൗസ്ഫുൾ എന്നല്ല പറയുന്നത്, 90%. ഓറഞ്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്ത് യെല്ലോ, ഓറഞ്ച് ആ ലെവലിലൊക്കെ നിൽക്കുന്നത്. റെഡ് അധികം താമസിക്കാണ്ട് ഇന്ന് രാത്രിയോട് കൂടിയാവും. എക്സ്ട്രാ ഷോകളുടെ കളിയാണ്. എക്സ്ട്രാ ഷോകൾക്കാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. 11:30-ക്കുള്ള ഷോക്കൊക്കെയാണ് തൃശ്ശൂർ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഞാനിന്ന് പോയ 2-3 തിയേറ്ററുകളിൽ, ഞാൻ ഒരു അത്യാവശ്യ യാത്രയിലായിരുന്നപ്പോൾ കണ്ട 3 തിയേറ്ററുകളിൽ മാറ്റ്നിയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. രാഗത്തിലൊക്കെ ഹൗസ്ഫുള്ളാണ് സിനിമ. വലിയ കപ്പാസിറ്റിയുള്ള തിയേറ്ററാണ് തൃശ്ശൂരിലെ. മാത്രമല്ല, അവിടെ രാംദാസിലും അതുപോലെ തന്നെ ഒരു 5ഓളം തിയേറ്ററുകളിൽ തൃശ്ശൂർ തന്നെ കളിക്കുന്നുണ്ട്. ഇന്നോക്സ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേറെ. തൃശ്ശൂർ റൗണ്ടിൽ തന്നെ ഒരു 5 തിയേറ്റർ എടുത്ത് ഈ സിനിമ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പിയൂര് ദീപ പോലുള്ള തിയേറ്ററിൽ ഏകദേശം ഒരു 98-97% സിനിമ കൈയടക്കിയിരിക്കുകയാണ്. ഹൗസ്ഫുൾ ബോർഡ് ഇല്ലെന്നുള്ളൂ, പക്ഷേ തിയേറ്റർ നിറഞ്ഞിട്ടുള്ള അവസ്ഥ തന്നെയാണ് കണ്ടത്. അപ്പോൾ ദൃശ്യം വലിയൊരു ചരിത്രം തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ദൃശ്യത്തിന് ഇനി പുതിയൊരു എതിരാളി ജനിക്കേണ്ടിയിരിക്കുന്നു. അതും ലാലേട്ടൻ്റെ എതിരാളി തന്നെ, ലാലേട്ടൻ തന്നെ വരേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അസ്രയേലൊക്കെ വരണവരെ ഈ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് ദൃശ്യം എത്താനുള്ള സാധ്യതകളാണ് കണക്കാക്കുന്നത്. ഇതുവരെ ഇന്ന് ഒരു കളക്ഷൻ ഏകദേശം ഇന്നത്തെയും കൂടി രാത്രിയിലൂടെയും കളക്ഷൻ കളക്ട് ചെയ്തു വരുമ്പോൾ ഏകദേശം ഒരു 130 കോടിക്കടുത്തുള്ള ഒരു തുക സിനിമ നേടാനുള്ള സാധ്യതകളാണ് ഞാൻ വിലയിരുത്തുന്നത്. 130-നും 135-നും ഇടയിലൊരു തുക ഈ സിനിമ ഇന്നേ ദിവസം കൊണ്ട് പിന്നിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ദൃശ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അതിൻ്റെ തിരക്കഥയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. ചിത്രത്തിൻ്റെ ആദ്യ പകുതി സാധാരണ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ട് രണ്ടാം പകുതി അത് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ 45 മിനിറ്റ് നേരം സിനിമയ്ക്ക് പോരായ്മകളില്ല എന്ന ലോജിക്ക് ഫുള്ളുണ്ടോന്നൊക്കെ അല്ല അതിനർത്ഥം. ചിത്രം രസിപ്പിക്കുന്നുണ്ട്, ആളുകൾ കൈയടിക്കുന്നുണ്ട്. ചില സോഷ്യൽ മീഡിയ പേജുകളിൽ കണ്ടു ഈ ജോർജ് കുട്ടീനെ അതിനായകത്വം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ടെന്ന്. സത്യമാണ്, അതിൽ അതിനായകത്വം കാണിക്കേണ്ട ചില സന്ദർഭങ്ങളിൽ അത് കാണിക്കേണ്ടി വരും. നമ്മുടെ കുടുംബത്തിലായാലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതിനായകത്വം കാണിക്കേണ്ടി വരും. അവതാരത്തിൻ്റെ ചില ഭാവങ്ങൾ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും. കാരണം അങ്ങനത്തെ രംഗങ്ങൾ സിനിമയിലുണ്ട്. ഞാനത് പറയുന്നില്ല, കൂടുതൽ സ്പോയിലേഴ്സിലേക്ക് പോകാണ്ടിരിക്കാനാണ്. അത്യാവശ്യം കയ്യടി നേടുന്ന രീതിയിൽ തന്നെ മോഹൻലാൽ എന്ന ആ ഒരു താരപ്രഭ എടുത്തു കാട്ടുന്ന രീതിയിൽ ചില സമയത്ത് നമ്മുടെ ജോർജ് കുട്ടീനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് ആ തിരക്കഥ കൊണ്ട് തന്നെ ചെയ്തു പോകുന്നത്, അല്ലാതെ
മനഃപൂർവ്വം അത് കുത്തിക്കയറ്റി എന്നുള്ള ആൻ്റണി പറഞ്ഞിട്ട് കുത്തിക്കയറ്റി എന്നൊക്കെ ഉള്ള രീതിയിൽ പലരും പറയണേ കേട്ടു. പക്ഷേ അങ്ങനെയുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കേട്ടോ ഇതിൽ. ഞാൻ എപ്പോഴാണ് ആഗ്രഹിച്ചിരുന്നത് നല്ല അടി കൊടുക്കണം എന്ന് അടി കൊടുക്കണം എന്ന് ആഗ്രഹിച്ച സമയത്താണ് ലാലേട്ടൻ ആ സിനിമയിൽ അടിക്കുന്ന രംഗം കാണുന്നത്. അതുപോലെ തന്നെ അത് ചിലർക്ക് കല്ലുകടി പോലെ തോന്നി, പക്ഷേ എനിക്കത് വളരെ രസകരമായിട്ടാണ് തോന്നിയത്. മാത്രമല്ല അതിലെ ചില പ്രഡിക്റ്റബിൾ സ്റ്റോറി തന്നെയായിരുന്നു. എനിക്കും ചില പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു, അതങ്ങനെ തന്നെയാണ് സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽ റിവ്യൂവിൽ ഞാനതൊക്കെ പറയാം. എന്തായാലും ഒരാഴ്ച പിന്നിടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. ഡീറ്റെയിൽ റിവ്യൂമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കേരളത്തിൽ നിന്ന് ഈ ചിത്രം ഇതുവരെ നേടിക്കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം 40 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു 3 ദിവസങ്ങൾ കൊണ്ട്. ഇപ്പോൾ ഇന്നത്തോടു കൂടി അതൊരു 50 കോടി കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആഗോളതലത്തിൽ തന്നെ ചിത്രം 50 കോടി കടന്നു. ആഗോളതലത്തിലല്ല, സോറി, ഇന്ത്യയിൽ ആഭ്യന്തര വിപണിയിൽ ചിത്രം 50 കോടി കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആഗോളതലത്തിൽ ചിത്രത്തിന് 120 കോടിയാണ് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ 500 ചിലാനോ സ്ക്രീനുകളിൽ ഇപ്പോഴും നിറഞ്ഞാടുകയാണ് മലയാളക്കരയിൽ. മാത്രമല്ല നമ്മുടെ ആഗോളതലത്തിൽ 275ഓളം സെൻറ്ററുകളിൽ ലൊക്കേഷനുകൾ സിനിമയുടെ റിലീസ് ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരു ചരിത്രമാണത്. കാരണം ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ റിലീസ് ലൊക്കേഷൻസ് ഈ ഒരു സിനിമ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ദൃശ്യത്തിൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക, അത് ഇൻഡസ്ട്രി ഹിറ്റ് കവിഞ്ഞ് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. കാരണം ഇതിന് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സെയിൽസൊക്കെ ഒരുവിധം കഴിഞ്ഞതാണെന്നാണ് അറിയുന്നത്. കാരണം പനോരമ വിഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടീം ഈ സിനിമയുടെ എല്ലാം വാങ്ങിക്കഴിഞ്ഞു, റൈറ്റ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് മുന്നേ തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ചിത്രം ഒരിക്കലും നഷ്ടമാകില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ പനോരമ വിഷൻ എത്രത്തോളം അത് വിജയമായി മാറുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. OTT റൈറ്റ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ലാലേട്ടന് ഈ സിനിമയുടെ വിജയത്തിനോടനുബന്ധിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തങ്ങളെ ചേർത്ത് പിടിച്ചതിന് 13 വർഷമായിട്ട് മലയാളികൾ ഈ ഒരു ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. അത് വളരെ രസകരമായിട്ടുണ്ട്. അത് മാത്രമല്ല മോഹൻലാലിൻ്റെ 5ാമത്തെ 100 കോടി ക്ലബ്ബ് കൂടിയാണെന്ന കാര്യം ഓർക്കണം. കാരണം അങ്ങനെ വലിയ വലിയ മുന്നേറ്റങ്ങളിലേക്ക് ലാലേട്ടൻ പോവുകയാണ്. ഇനി വരാനിരിക്കുന്ന സിനിമകൾ അങ്ങനത്തെ ഒരു വ്യത്യസ്തമാണ്. ദിലീഷ് പോത്തൻ്റെ സിനിമ വരാനിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കൃഷാന്തിൻ്റെ സിനിമയുണ്ട്. അതുപോലെ ഒട്ടനവധി വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ അദ്ദേഹത്തിന് വെച്ചിട്ട് വരാനിരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ മലയാള സിനിമയ്ക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. അതുമാത്രമല്ല ലാലേട്ടന് ഒരുപക്ഷെ അടുത്തൊരു അവാർഡ് കൂടി കൊണ്ടുവരുന്ന രീതിയിലുള്ള സിനിമകൾ മണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് അറിയുന്നത്. കാത്തിരിക്കാം ലാലേട്ടൻ്റെ ആ നല്ല നാളുകൾക്ക് വേണ്ടി. അങ്ങനെ വീണ്ടും നിറയട്ടെ പുരസ്കാരങ്ങളും അതുപോലെ തന്നെ ഖ്യാതിയും വിജയങ്ങളും ലാലേട്ടൻ്റെ തട്ടകത്തിൽ. ഏതായാലും നിങ്ങൾക്ക് ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മാന്യമായ രീതിയിൽ നമുക്ക് സംവദിക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി കൂടുതൽ ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് ബിൻ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.